ശരിക്കും മമ്മൂക്കയുടെ പടം ഫസ്റ്റിന്റെ ഈ പുതിയ പടങ്ങൾക്കല്ലോ ഓളം വന്നിട്ട് റീ റിലീസിന് കാണാനില്ല. ശരിക്കും ആവനാഴിയുള്ള പടങ്ങൾ വന്നിട്ട് ഒരു ഷോ പോലും ഓടാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആ പടം പ്രിന്റ് കൊള്ളൂല. അതാണ് നിരവധി 4K ഒന്നുമല്ല, മനസ്സിലായില്ലേ? അങ്ങനെ 4K വന്ന പടം വലിയേട്ടനാണ്. അതിവിടെ ഫുള്ളായിട്ടാണ് ഓടിയത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ആ പടത്തിനുണ്ട്. നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുക, മനസ്സിലായില്ലേ? ഓരോ തിയേറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രിന്റ് ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയും. അതൊക്കെയാണ് ജനങ്ങൾക്ക് കാണാൻ, തിയേറ്ററിൽ വന്ന് കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഏത് പടം അത് അതേ ക്വാളിറ്റി എല്ലാം ഉണ്ടെങ്കിൽ ജനം കാണും, മനസ്സിലായില്ലേ? വലിയേട്ടൻ്റെ കണ്ടില്ലേ ഇത്രയും പോസ്റ്റർ ഒടിച്ച് അതിഗംഭീരമാക്കി ഇല്ലേ? ആ പ്രൊഡ്യൂസർ ആദ്യം പടം ഇറങ്ങണ പോലെ അതിൻ്റെ ഒരു ക്വാളിറ്റി ആ ഇതിലുണ്ടായിരുന്നു. ജനവും കയറി കണ്ടു. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ശരിക്കും ഫാൻസിന് പോലും നിരാശ തന്നെയാണ് ഈ പ്രിന്റുകൾ, ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ കൊണ്ട് ഇറക്കിയിട്ട് പ്രിന്റും കൊള്ളൂല. അത് ആരും സ്വീകരിക്കില്ല. മനസ്സിലായില്ല? അതാണ് അതിൻ്റെ കുഴപ്പം. അതാണ് നമ്മളാണെങ്കിൽ വൃത്തിയായിട്ട് ആ 4K അതുപോലെ ചെയ്യുക. വലിയേട്ടം പോലെ ചെയ്താൽ അതിൻ്റെതായ രീതിയിൽ അത് ഇറക്കിയാൽ ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. വലിയേട്ടം എത്ര നമ്മളെ കേരളീ കണ്ടു ഇല്ലേ? ഇവിടെ ഹൗസ്ഫുള്ളായിട്ടാണ് ഞാൻ കണ്ടത് സാധാരണ ഒരു ദിവസം. ശരിക്കും മറ്റു നടന്മാരുടെ പടം ഇങ്ങനെ ഒരു പ്രിന്റിന്റെ പ്രശ്നമൊന്നും ആരും പറയുന്നില്ല. അത് പ്രിന്റിങ് കൊള്ളായിരിക്കും. പ്രിന്റിങ് കൊള്ളായിരിക്കും, മനസ്സിലായി? പ്രിന്റ് കൊള്ളൂല്ല. കാരണം നമ്മളൊരു പടം പ്രതീക്ഷിച്ചില്ലേ ജനം വരുന്നത്, മനസ്സിലായില്ലേ? പോരാത്തതിന് മമ്മൂക്കാന് നടൻ ടർബോ കഴിഞ്ഞ് വേറെ പടമൊന്നും വന്നിട്ടില്ല. അത് വലിയേട്ടൻ അതിന്റെ ഒരു മികവ് തെളിയിച്ചു. അടുത്ത റീ-റിലീസ് പടം ഒരു പ്രതീക്ഷയാവും. വടക്കൻ വീരകഥ അത് ഇറങ്ങിയാൽ അതിൻ്റെ ഒരു നമ്മൾ ഒരുപാട് പ്രാവശ്യം എത്ര പ്രാവശ്യം കണ്ടെന്ന് പോലും അറിയില്ല. അതറിയാതെ അത് PV ഗംഗാധരൻ്റെ പടം അതിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. അതുണ്ടാവും, ഷുവറാണ്, യാതൊരു സംശയം വേണ്ട. കുഴപ്പം ഇറക്കില്ല എന്തായാലും. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്.